കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെയാണ് നവാസ് ശ്രദ്ധേയനാകുന്നത്. 1993 നവാസ് കലാഭവനിലേക്ക് എത്തുന്നത്. മിമിക്രി വേദികളിലൂടെ കലാഭവൻ നവാസ് തൻ്റെ കലാജീവിതം ആരംഭിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നടനെ നവാസ് പരിശീലിപ്പിച്ചെടുത്തു. കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായ നവാസ് ധാരാളം വേദികളിൽ മിമിക്രി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് തൻ്റെ സഹോദരൻ നിയാസ് ബക്രോടൊപ്പം ചേർന്ന് കൊച്ചിൻ ആർട്സ് എന്നൊരു ട്രൂപ്പ് ഉണ്ടാക്കി. 1995 ചൈതന്യം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമാ രംഗത്തേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. തുടർന്ന് ഏഴരക്കൂട്ടം, മിമിക്സ് ആക്ഷൻ 500, മാട്ടുപ്പെട്ടി മച്ചാൻ തുടങ്ങി 40ഓളം സിനിമകളിൽ നവാസ് അഭിനയിച്ചു. 30 കൊല്ലം മുൻപ് ബാലു കിരീത്ത് സംവിധാനം ചെയ്ത മിമിക്സ് ആക്ഷൻ 500 എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം വെള്ളിത്തിരയിൽ തെളിഞ്ഞു നിന്നത്.